ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അയാൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള മൗലികാവകാശം അദ്ദേഹത്തിനുണ്ട്. പോലീസ് തീർച്ചയായിട്ടും അയാളോട് എന്തിനാണ് അയാൾ അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾ ചെയ്ത കുറ്റം എന്താണ്, അത് ജാമ്യം കിട്ടുന്നതാണോ ജാമ്യം കിട്ടാത്തതാണോ എന്നൊക്കെ പറയേണ്ട കടമയും പോലീസിനുണ്ട്. പക്ഷേ ഇതൊന്നും പോലീസ് പ്രാവർത്തികമാക്കുന്നില്ല. കോടതി കൊണ്ടു കൊടുത്താലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനുള്ള കാരണം അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് 2 ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പരിചയക്കാർക്കോ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് മെമ്മോയിൽ 2 അഡ്രസ്സ് കൂട്ടിച്ചേർക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കോടതി ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാറുമില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ത് കുറ്റത്തിനാണ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അയാൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നതെന്ന് അറിയാതെ ധാരാളം പേർ ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ ഇപ്പോഴും തടവുകാരായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഞാൻ പറയാൻ കാര്യം, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഒരു സാറുണ്ട്. അദ്ദേഹം ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ട് ഒരു റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു 4-5 വണ്ടി പോലീസ് ജീപ്പ് ചുറ്റുമളഞ്ഞിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, ഞാൻ എന്താണ് കുറ്റം ചെയ്തത്, ഒന്നും പറയുന്നില്ല. 4-5 ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. ഇദ്ദേഹത്തിന് വരുന്ന ഫോൺ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒടുവിൽ CI ഈ ഫോൺ പിടിച്ചു വാങ്ങിച്ച് ഓഫ് ചെയ്തിട്ട് അയാളുടെ മേശയ്ക്കകത്ത് വെച്ച് പൂട്ടി. അപ്പോൾ ഇയാൾക്ക് ഒരു മാർഗ്ഗമില്ല പുറം ലോകമായിട്ട് ഈ സംഭവത്തെക്കുറിച്ച് അറിയിക്കാനായിട്ട്. അവസാനം ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്നൊക്കെ കുറച്ച് പേര് കണ്ടിരുന്നു. അവർ ബന്ധുക്കളെ അറിയിക്കുകയും ബന്ധുക്കൾ കേരളത്തിന്റെ പല സ്ഥലത്തും അന്വേഷിക്കുകയും അവസാനമാണ് അറിഞ്ഞത് ഇദ്ദേഹം സബ് ജയിലിൽ റിമാൻഡിലാണെന്ന്. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം 2 ആഴ്ച മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് പരിശീലനത്തിന് വേണ്ടി വാങ്ങിച്ചു. അപ്പോൾ പരിചയക്കാരൻ്റെ നിന്നാണ് വാങ്ങിച്ചതുകൊണ്ട് ഇയാൾ ഡോക്യുമെന്റ് ചോദിച്ചപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ തരാം, എന്നാൽ പണമാണെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കുകയും ചെയ്തു. പരിചയക്കാരനായതുകൊണ്ട് ഇയാൾ ഡോക്യുമെന്റ് 2 ആഴ്ചക്കുള്ളിൽ തരുമെന്നുള്ള വിശ്വാസത്തിൽ കൂടുതൽ ചോദിക്കാനും പോയില്ല. അപ്പോൾ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനം ഒരു മോഷണ വണ്ടിയായിരുന്നു. അദ്ദേഹത്തെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇടുമ്പോൾ ഈ മോട്ടിച്ചവനുണ്ടല്ലോ, അവൻ കാർ തിരക്കി വരും. അവനെയും കൂടെ പിടിക്കാമെന്ന് കരുതിയാണ് ഈ 4 ദിവസം പാവത്തിന് സ്റ്റേഷനകത്ത് പിടിച്ചിട്ട് അത് പിന്നെ റിമാൻഡിലായത്. അപ്പോൾ പോലീസ് കൃത്യസമയത്ത് അവരുടെ നിയമങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബം ഇങ്ങനെ കിടന്ന് അലയേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ക്ലൈൻസുകൾ അവരവരുടെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ ഒരു പരിധി വരെ വിരാമം ഇട്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ടായ കാരണങ്ങൾ അല്ലെങ്കിൽ അയാൾ ചെയ്ത കുറ്റങ്ങൾ എന്താണെന്ന് റിട്ടേൺ ആയിട്ട് എഴുതി അദ്ദേഹത്തിന്റെ കൈ കൊടുത്ത് സൈൻ ചെയ്ത് വാങ്ങിക്കണം. അതായത് ഫിസിക്കലായിട്ടുള്ള ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി ഒന്നുമില്ലെങ്കിലും, ഇനി ആ കൃത്യസമയത്ത് നടത്താൻ പറ്റിയില്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അയാളുടെ കൊടുത്തിരിക്കണം. അപ്പോൾ കോടതിക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് ചെയ്ത കുറ്റം മനസ്സിലായോ, നിങ്ങൾക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉയർത്തി കാണിക്കണം. എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞാലേ അവിടെ നടപടികൾ പൂർത്തിയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാ, ഒന്നും ചെയ്യാനില്ല. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അവന്റെ കയ്യിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അവനെ ഫ്രീ ആക്കണമെന്നാണ് സുപ്രീം കോടതി പുതിയ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇലീഗൽ അറസ്റ്റ് ഒഴിവാക്കാനും അനാവശ്യമായിട്ട് ജയിലിൽ ചെയ്ത തെറ്റെന്തെന്ന് പോലും അറിഞ്ഞൂടാതെ കിടക്കുന്നവർക്ക് വളരെ ഒരു ആശ്വാസമാണ്. ஒரு நிமிஷம், எதுக்காக அரெஸ்ட்? என்ன சார்ஜ்? சரியான காரணம் இல்லாம அரெஸ்ட் பண்ண முடியாது, தெரியல? போய் சொல்லுங்க. അപ്പൊ ഈ വീഡിയോയുടെ താഴെ കുറെ കമന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അവന്മാർ അംഗീകരിച്ചില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നാ? ഇടം മണ്ട ഗുണാപ്പി, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഇത് അംഗീകരിക്കാൻ നിയമസഭയിലെ നിയമ ഭേദഗതി ബില്ലൊന്നും അല്ല. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ഈസ് വെൽത്ത്.